എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് സോഷ്യൽ സയൻസിലെ 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. ചാപ്റ്ററിന്റെ പേര് മധ്യകാല ലോകം എന്നാണ്. ഇതിൽ PSC ചോദിക്കാനുള്ള ഓരോ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട്. അതൊന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കാൻ ശ്രമിക്കുക. ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോക ചരിത്രത്തിൽ മധ്യകാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയാണ്. ലോക ചരിത്രത്തിൽ മധ്യകാലം എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളായിരുന്നു രാജാവ്, പ്രഭുക്കന്മാർ, ഇടപ്രഭുക്കന്മാർ, കർഷകർ. മധ്യകാല യൂറോപ്പിലെ സമൂഹത്തെ വിവിധ ഭാഗങ്ങളാക്കി തിരിച്ചിരുന്നു. അങ്ങനെ 4 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് രാജാവ്, രണ്ടാമത്തത് പ്രഭുക്കന്മാർ, മൂന്നാമത്തത് ഇടപ്രഭുക്കന്മാർ, നാലാമത്തത് കർഷകർ. മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നത് രാജാവാണ്. മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നത് രാജാവാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹിക വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹിക വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. ഫ്യൂഡൽ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നത് രാജാവായിരുന്നു. ഫ്യൂഡൽ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നത് രാജാവാണ്. ഫ്യൂഡൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതലും ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള വിഭാഗവുമായിരുന്നു കർഷകർ. ഈയൊരു ഫ്യൂഡൽ സമൂഹത്തില് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാലും കർഷകരാണ്. പക്ഷെ ആ കൂടുതലുള്ള ആളുകൾ തന്നെയായിരുന്നു ഏറ്റവും താഴെയും ഉണ്ടായിരുന്നത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം ഒരു തുണ്ട് ഭൂമി എന്നാണ്. ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം ഒരു തുണ്ട് ഭൂമി എന്നാണ്. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെയാണ് മാനർ എന്ന് പറഞ്ഞിരുന്നത്. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെയാണ് മാനർ എന്ന് പറഞ്ഞിരുന്നത്. യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്ന കാലഘട്ടമാണ് CE 11ാം നൂറ്റാണ്ട്. യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്ന കാലഘട്ടം CE 11ാം നൂറ്റാണ്ടാണ്. മധ്യകാല യൂറോപ്പിൽ തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുള്ള നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത് ഇറ്റലിയിലാണ്. മധ്യകാല യൂറോപ്പിൽ തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുള്ള നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത് ഇറ്റലിയിലാണ്. മധ്യകാല യൂറോപ്പിൽ തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുള്ള നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത് ഇറ്റലി. മധ്യകാലഘട്ടത്തിലെ ഇറ്റലിയിലെ പ്രധാന നഗരങ്ങളായിരുന്നു വെന്നീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ. മധ്യകാലഘട്ടത്തിലെ ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ വെന്നീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നിവയാണ്. മധ്യകാലഘട്ടത്തിലെ മറ്റ് പ്രധാന നഗരങ്ങളായിരുന്നു ജർമ്മനിയിലെ ന്യൂറൻബർഗും തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിളും. മധ്യകാല നഗരങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ഭീഷണിയായിരുന്ന രോഗമായിരുന്നു പ്ലേഗ് എന്ന് പറയുന്നത്. മധ്യകാല നഗരങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ഭീഷണിയായിരുന്ന രോഗമാണ് പ്ലേഗ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം PSC 1 മാർക്ക് ക്വസ്റ്റ്യൻ. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ആണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ്. മധ്യകാല നഗരങ്ങൾ നേരിട്ട പ്ലേഗ് ഭീഷണിയെക്കുറിച്ച് വിവരിക്കുന്ന ബൊക്കാച്ചിയോയുടെ കൃതിയാണ് ദക്കാമാറൻ. മധ്യകാല നഗരങ്ങൾ നേരിട്ട പ്ലേഗ് ഭീഷണിയെക്കുറിച്ച് വിവരിക്കുന്ന ബൊക്കാച്ചിയോയുടെ കൃതി ഏതാണ് എന്ന് ചോദിച്ചാല് ദക്കാമറനാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക.
മധ്യകാല യൂറോപ്പിലെ നഗരങ്ങളിലെ കച്ചവടക്കാർ രൂപീകരിച്ച കൂട്ടായ്മ അറിയപ്പെടുന്ന പേര് ഗിൽഡുകൾ എന്നാണ്. മധ്യകാല യൂറോപ്പിലെ നഗരങ്ങളിലെ കച്ചവടക്കാർ രൂപീകരിച്ച കൂട്ടായ്മയാണ് ഗിൽഡുകൾ. മധ്യകാല യൂറോപ്പിലെ നഗരങ്ങളിലെ കച്ചവടക്കാർ രൂപീകരിച്ചിട്ടുള്ള കൂട്ടായ്മയാണ് ഗിൽഡുകൾ. കച്ചവടക്കാർക്ക് പുറമെ ഗിൽഡുകൾ രൂപീകരിച്ചിരുന്ന വിഭാഗങ്ങളാണ് ഇരുമ്പ് പണിക്കാർ, മരപ്പണിക്കാർ, സ്വർണപ്പണിക്കാർ, തുകൽ പണിക്കാർ എന്നിവർ. കച്ചവടക്കാർക്ക് പുറമെ ഗിൽഡുകൾ രൂപീകരിച്ചിരുന്ന വിഭാഗങ്ങളാണ് ഇരുമ്പ് പണിക്കാർ, മരപ്പണിക്കാർ, സ്വർണപ്പണിക്കാർ, തുകൽ പണിക്കാർ എന്നിവർ. വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, തൊഴിലാളികളുടെ ജോലി സമയം എന്നിവ നിശ്ചയിച്ചിരുന്നത് ഗിൽഡുകളായിരുന്നു. വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, തൊഴിലാളികളുടെ ജോലി സമയം എന്നിവ നിശ്ചയിച്ചിരുന്നത് ഗിൽഡുകളായിരുന്നു. മധ്യകാല യൂറോപ്പിലെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളാണ് ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളും. മധ്യകാല യൂറോപ്പിലെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളും. കമാനങ്ങളും വിശാല മുറികളുമായി മധ്യകാലഘട്ടത്തിൽ പള്ളികളുടെ നിർമ്മാണ ശൈലി അറിയപ്പെട്ടിരുന്നത് റോമനസ്ക് ശൈലി എന്നായിരുന്നു. കമാനങ്ങളും വിശാല മുറികളുമായി മധ്യകാലഘട്ടത്തിൽ പള്ളികളുടെ നിർമ്മാണ ശൈലി അറിയപ്പെട്ടിരുന്നത് റോമനസ്ക് ശൈലി എന്നായിരുന്നു. കൂർത്ത ഗോപുരങ്ങളോടുകൂടിയ ഗോതിക് നിർമ്മാണ ശൈലി രൂപം കൊണ്ട നൂറ്റാണ്ട് CE 12-ാം നൂറ്റാണ്ടാണ്. കൂർത്ത ഗോപുരങ്ങളോടുകൂടിയ ഗോതിക് നിർമ്മാണ ശൈലി രൂപം കൊണ്ടത് എപ്പോഴാണ് എന്ന് നമ്മളോട് ചോദിച്ചാല് CE 12-ാം നൂറ്റാണ്ടിലാണ്. അച്ചടി യന്ത്രം, വെടിമരുന്ന്, വടക്ക് നോക്കി യന്ത്രം എന്നിവ കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ്? PSC ഒരു മാർക്ക് ചോദ്യമാണ്. ഇതില് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് സെപ്പറേറ്റ് ചോദിക്കാം, വെടിമരുന്ന് കണ്ടുപിടിച്ചത് സെപ്പറേറ്റ് ചോദിക്കാം, വടക്ക് നോക്കി യന്ത്രം കണ്ടുപിടിച്ചത് സെപ്പറേറ്റ് ചോദിക്കാം. ഇതൊക്കെ കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ്? ചൈനയാണ്. പഗോഡകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധ ദേവാലയങ്ങളുമായിട്ടാണ് പഗോഡകൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. പഗോഡകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബുദ്ധ ദേവാലയങ്ങളുമായിട്ടാണ് പഗോഡകൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങൾ നിർമ്മിച്ചത് ചൈനക്കാരായിരുന്നു. പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങൾ നിർമ്മിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ ചൈനക്കാർ. പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങൾ നിർമ്മിച്ചത് ചൈനക്കാരാണ്. അൽ റാസി, ഇബ്ൻ സിന ഇവർ ഏത് രംഗത്തെ പ്രശസ്തരായ വ്യക്തികളാണ്? അൽ റാസി, ഇബ്ൻ സിന എന്നിവർ ഏത് രംഗത്തെ പ്രശസ്തരായ വ്യക്തികളാണ് എന്ന് ചോദിച്ചാൽ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രസിദ്ധരായ വ്യക്തികളാണ്. കിതാബുൽ ഹവെ ആര് രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ്? അൽ റാസി. കിതാബുൽ ഹവെ ആര് രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ്? അൽ റാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവെ. ഇബ്ൻ സിന രചിച്ച വൈദ്യശാസ്ത്ര പുസ്തകമാണ് അൽ ഖനൂൻ. ഇബ്സിന രചിച്ച വൈദ്യശാസ്ത്ര പുസ്തകമാണ് അൽ ഖനൂൻ എന്ന് പറയുന്നത്. റുബായിയാത്ത് രചിച്ചത് ഒമർ ഖയാമാണ്. റുബായിയാത്ത് രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഒമർ ഖയാം. റുബായിയാത്ത് രചിച്ചത് ആര്? ഒമർ ഖയാം. ഷഹ്നാമ രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഫിർദൌസിയാണ്. ഷഹ്നാമ രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഫിർദൌസി. അപ്പോ റുബായിയാത്ത് രചിച്ചത് ഒമർ ഖയാമും ഷഹ്നാമ രചിച്ചത് ഫിർദൌസിയാണ് എന്നുള്ളതും അവിടെ ഓർത്തിരിക്കുക. 1001 രാവുകൾ ആരുടെ പ്രധാന സാഹിത്യ സംഭാവനയാണ്? അറബികളുടെ. 1001 രാവുകൾ ആരുടെ പ്രധാന സാഹിത്യ സംഭാവനയാണ് എന്ന് ചോദിച്ചാൽ അത് അറബികളുടെ സാഹിത്യ സംഭാവനയാണ്. 0, ദശാംശ സമ്പ്രദായം എന്നിവ കണ്ടെത്തിയത് ഇന്ത്യക്കാരാണ്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 0, ദശാംശ സമ്പ്രദായം എന്നിവ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരാണ് 0, ദശാംശ സമ്പ്രദായം എന്നിവ കണ്ടെത്തിയത്. 0, ദശാംശ സമ്പ്രദായം എന്നിവ യൂറോപ്പിൽ പ്രചരിപ്പിച്ചത് അറബികളായിരുന്നു. അപ്പൊ ഇന്ത്യക്കാര്
ഇവിടെ ഇന്ത്യയിൽ വെച്ചിട്ട് ഈ ഒരു 0.0 തുടങ്ങിയ ആശയങ്ങൾ കണ്ടെത്തി. ഇത് യൂറോപ്പിലേക്ക് വ്യാപിപ്പിച്ചിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഇന്ത്യക്കാരല്ല, അത് അറബികളാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഈ 32 ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഉൾപ്പെട്ടിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.